അവരുൾപ്പെടെ കൊടുക്കുന്ന നികുതി പണം കൊണ്ട് ഈ പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി സുപ്രീം കോടതിയിൽ നിന്ന് വക്കീൽമാരെ കൊണ്ടുവന്ന് കോടികൾ ചെലവിട്ടത് അത് CPIM തിരിച്ചടക്കണം പൊതുഖജനാവിലേക്ക്. 2, ഈ കുടുംബങ്ങളിൽ ചെന്നിട്ട് അവർക്ക് ആശ്വാസം കൊടുക്കുന്ന പോലെ അവരോട് ഈ പ്രതികൾക്ക് തൂക്കുകയറ് മേടിച്ചു കൊടുക്കണം എന്ന് വരെ പറഞ്ഞിട്ടുള്ള ഒരാൾ കാലുമാറിയപ്പോൾ, പാർട്ടി മാറിയപ്പോൾ ഇവിടുത്തെ വക്കീലിനെ വെച്ചിട്ട് ഈ പ്രതികളുടെ വക്കീലാക്കി മാറ്റുന്ന തരംതാണ നടപടിക്കും CPM നേതൃത്വം നൽകി. CK ശ്രീധരൻ ഈ വാദികൾക്ക് വേണ്ടി, ഈ കുടുംബത്തിന് വേണ്ടി കേസ് വാദിക്കാൻ വേണ്ടി നിന്നിരുന്ന ആളാണ്. അയാൾ പാർട്ടി മാറിയപ്പോൾ കേസിൽ നിന്ന് ഇവിടുന്ന് വിടുതൽ ചെയ്ത് അപ്പുറത്തെ പ്രതികൾക്ക് വേണ്ടി അയാൾ അപ്പിയർ ചെയ്യുക. ഏറ്റവും ഖേദകരമെന്ന് പറയട്ടെ, അയാൾ നേരിട്ട് കുടുംബങ്ങളിൽ ചെന്ന് ആശ്വസിപ്പിച്ച ആ അമ്മ നിങ്ങളിവിടെ ഇപ്പം കണ്ടു, പ്രിയപ്പെട്ട ലതേച്ചിയും ബാലാമണി ചേച്ചിയും, അവരുടെ 2 പേരെയും കോടതിയിൽ ക്രോസ് ചെയ്യാൻ ഇദ്ദേഹം തയ്യാറായി എന്നുള്ളതാണ്. 2 പെങ്ങന്മാർ, അമൃതയും അതുപോലെ തന്നെ കൃഷ്ണപ്രിയയും അവരെ കോടതിയിൽ വെച്ച് ക്രോസ് ചെയ്യാൻ ഈ പറയുന്ന CK ശ്രീധരൻ തയ്യാറായി എന്നുള്ളതാണ്. അപ്പോൾ മെമ്പർഷിപ്പ് CPMന്റെ കൊടുത്ത് പാർട്ടിക്കാരനായപ്പോൾ ആ വക്കീല് ഈ കേസിൽ ഈ കുടുംബത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി നിലകൊണ്ടിരുന്ന വക്കീൽ പാർട്ടി മാറി അപ്പുറത്ത് ചെന്നപ്പോൾ അയാളെ തന്നെ ഉപയോഗിച്ച്, ഈ കേസിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന അയാളെ അപ്പുറത്ത് ഉപയോഗിച്ച് പോലും ഈ പ്രതികളെ രക്ഷിക്കാൻ CPM ശ്രമിച്ചു എന്നുള്ളതാണ്. അതിനൊക്കെ പരാജയപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ ഇവർ കുറ്റക്കാരാണെന്ന് കോടതിയുടെ മുമ്പിൽ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടുള്ളത്. ഇത്രയും ദിവസം ഒരു പരോള് പോലും കൊടുക്കാത്ത തരത്തിൽ തന്നെ ഈ കേസിന് മേൽനോട്ടം വഹിക്കാൻ പാർട്ടിക്കും ഇതിൻ്റെ അന്വേഷണ ഭാഗമായിട്ടുള്ള പ്രോസിക്യൂഷനും കഴിഞ്ഞിട്ടുണ്ട്. അഡ്വക്കേറ്റ് ബോബി ജോസഫ് അദ്ദേഹത്തിൻ്റെ കൃത്യമായ ഇടപെടൽ ഞാൻ ബാബുരാജ് വക്കീലിനെ പോലുള്ള ആളുകൾ അവിടെ നിന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. കോടതി മുറിയിൽ ഇത്രയും കാലം ഇവർക്ക് വേണ്ടി വാദിച്ചിരുന്ന CK ശ്രീധരൻ അപ്പുറത്ത് ചെന്നിട്ട് ഇവർക്കെതിരായിട്ട് അവരെ ക്രോസ് ചെയ്യുന്ന സാഹചര്യം കണ്ണീരോടെയാണ് ആ അമ്മമാരും അതുപോലെ തന്നെ ആ സഹോദരിമാരും കോടതിയിൽ നേരിടേണ്ടി വന്നത്. അപ്പോൾ അത്തരം എല്ലാ ശ്രമങ്ങളെയും അതിജീവിച്ചിട്ടാണ് ഇത് തയ്യാറായത്. പിന്നെ ഒരു തരത്തിലും ഈ വിധിയിൽ ഇവിടുത്തെ ഗവൺമെൻറ്റിനുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണ സംവിധാനങ്ങൾക്ക് ആശ്വസിക്കാൻ ഒന്നുമില്ല. കാരണം അന്വേഷണം CBIക്ക് വിടുമ്പോൾ പുറത്തിറക്കിയ വിധിയിൽ തന്നെ ഹൈക്കോടതിയിൽ നിന്ന് പറയുന്നത് ഈ അന്വേഷണം പ്രോപ്പർ അല്ല, എഫക്റ്റീവ് അല്ല എന്നുള്ളതാണ്. മാത്രമല്ല, കുഞ്ഞിരാമനെ പോലുള്ള ആളുകളുടെ പങ്ക് ഇവിടുത്തെ കേരളത്തിലെ പോലീസ് അന്വേഷിച്ച സമയത്ത് ഒരു ഘട്ടത്തിലും പുറത്തു വന്നിരുന്നില്ല. ആ പേര് പോലും ഉണ്ടായിരുന്നില്ല. ഗൂഢാലോചനക്കാരെ മുഴുവൻ രക്ഷിക്കാനുള്ള ശ്രമമായിരുന്നു അന്നത്തെ അന്വേഷണ സംവിധാനങ്ങൾ നടത്തിയത്. അപ്പോൾ CBI അന്വേഷണത്തെ കുടുംബം ആവശ്യപ്പെട്ടതുകൊണ്ട് കോടതിയിൽ സിറ്റിങ്ങിന് ലക്ഷങ്ങൾ എണ്ണിക്കൊടുക്കുന്ന വക്കീലുമാരെ കൊണ്ടുവന്നിട്ട് അതിനെ അട്ടിമറിക്കാൻ ഗവൺമെൻറ് നടത്തിയ ശ്രമങ്ങളെ അതിജീവിച്ചിട്ടാണ് ഈ അന്വേഷണം മുന്നോട്ട് പോയത്, ഈ വിചാരണ മുന്നോട്ട് പോയത്. അതിൽ സാക്ഷികളായിട്ടുള്ള ആളുകൾ 150-ലധികം ആളുകൾ, അവരുടെ ക്രോസ് വിസ്താരം, ഇതെല്ലാം കൃത്യമായിട്ട് നോക്കാൻ കഴിഞ്ഞു. ഇനി കടുത്ത ശിക്ഷ ഈ പ്രതികൾക്ക് കിട്ടണമെന്ന് കേരളം ആഗ്രഹിക്കുന്നു. ഈ പാർട്ടി തിരക്കഥയിലും സംവിധാനത്തിലുള്ള കൊലപാതകങ്ങൾ അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഷുഹൈബിൻ്റെ കേസിൽ ഉൾപ്പെടെ ഉണ്ടായത് എന്താണെന്ന് നമുക്കറിയാം. ഖജനാവിൽ നിന്ന് ഈ പണം ചെലവഴിച്ചതിന് കേരളത്തിലെ ജനങ്ങളോട് മറുപടി പറയണം. ഖജനാവിൽ നിന്ന് പണം ചെലവഴിച്ചതിന് അത് ജനങ്ങളുടെ നികുതി പണമാണ്, അത് പാർട്ടി ഫണ്ട് അല്ല. അത് തീർച്ചയായിട്ടും വേണ്ടിവരും. കാരണം പ്രതികളെ പുറത്തേക്ക് രക്ഷപ്പെടുത്താൻ ശ്രമിച്ച ആളുകൾ, പ്രതികളെ അവിടുന്ന് സ്പോട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച, വിദേശത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ച ആളുകൾ, തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്ന ആളുകൾ, അത്തരം കാര്യങ്ങളിലേക്കൊക്കെ ഇനിയും വരേണ്ടതുണ്ട്. അത് അവിടുത്തെ പ്രോസിക്യൂഷനും മറ്റ് നിയമവിദഗ്ധരുമായിട്ട് ആലോചിച്ച് കൂടുതൽ കാര്യങ്ങളിലേക്ക് പോവും. കുറ്റക്കാരെന്ന് കണ്ടെത്തിയവർക്ക് കഠിനമായ ശിക്ഷ നൽകുകയും വേണമെന്ന് കുടുംബം പറയുന്നുണ്ട്. ഈ CK ശ്രീധരൻ വക്കീലിൻ്റെ കാര്യവും വളരെ, ഇവർക്ക് വേണ്ടി ഇപ്പുറന്ന് കേസ് വാദിച്ചിട്ട് പിന്നെ കാലുമാറി പാർട്ടി മാറിയിട്ട് അപ്പുറത്ത് പോയിട്ട് ആ പ്രതികൾക്ക് വേണ്ടി ഹാജരാവുക. ഈ കുടുംബത്തിൽ ചെന്നിട്ട് അവരെ ആശ്വസിപ്പിച്ചതാണ്. ഈ കുടുംബത്തിൽ ചെന്നിട്ട് അവർക്ക് പാർട്ടിയുടെ ഉപ്പും ചോറും തിന്നതൊക്കെ ഞങ്ങൾ വിട്ടു, അതൊക്കെ മറന്നു പോട്ടെ, പാർട്ടിയുടെ പേരിൽ എന്തായതും ഞങ്ങൾ മറന്നു. പക്ഷേ ഈ കേസിൽ ഈ കുടുംബത്തിനോടൊപ്പം ചെന്നിട്ട് മറ്റവർക്ക് കൊലക്കയർ മേടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ അതേ നാവ് കൊണ്ട് ആ കോടതിയിൽ അമ്മമാർ 2 പേര് നിൽക്കുമ്പോൾ, പെങ്ങന്മാർ 2 പേര് നിൽക്കുമ്പോൾ അവരെ ക്രോസ് ചെയ്യാൻ വരെ നേരിട്ട് തയ്യാറായി എന്നുള്ളതാണ്. വേറൊരു വക്കീലിനെ പോലും ഏൽപ്പിച്ചിട്ട് അവരെ കൊണ്ടല്ല, നേരിട്ട് ഇവരെ ക്രോസ് ചെയ്യാൻ വരെ തയ്യാറായി എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ പാർട്ടി നടത്തിയ കേസായതുകൊണ്ടാണ്. അപ്പുറത്തേക്ക് പാർട്ടി മാറുമ്പോൾ ചിലപ്പോൾ അവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഡിമാൻഡ് അതായിരിക്കും. ഈ കേസിൻ്റെ എല്ലാ വിശദാംശങ്ങളും അറിയാവുന്ന ആളല്ലേ ഇത് പൊളിക്കണമെന്നുള്ളത്. എന്നിട്ട് ഈ അമ്മമാരും പെങ്ങന്മാരും വരെ ക്രോസ് ചെയ്യുന്ന ക്രൂരതക്ക് CPM മെമ്പറായപ്പോൾ അയാൾ നേതൃത്വം നൽകി. എന്ന് വെച്ചാൽ പിണറായി വിജയൻ്റെ നിർദ്ദേശമായിരിക്കും, അത് പാർട്ടി നിർദ്ദേശമായിരിക്കും. അതിനെ വരെ അതിജീവിച്ചിട്ടാണ് ഈ വിധിയിലേക്ക് ഇത്രയെങ്കിലും വന്നിട്ടുള്ളത്. പിന്നെ ഇവിടുന്ന് വന്ന വക്കീൽമാരാരൊക്കെയാണ് നോക്കണം.
നരേന്ദ്രമോദിയുമായി BJPയുമായി ബന്ധമുള്ള വക്കീൽമാരാണ് അവിടെ വന്നത്. സുപ്രീം കോടതിയിൽ നിന്ന് പറഞ്ഞിറങ്ങിയത് CPM പ്രതികൾക്ക് വേണ്ടി. അതിൻ്റെ കൊടുത്ത പൈസ എങ്ങനെയാണ്? ആര് കൊടുത്ത നികുതി പണത്തിൽ നിന്നാ? ഈ കുട്ടികളുടെ കുടുംബം അടക്കം കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്നല്ലേ ഇവരിത് ഈ കേസ് നടത്താൻ ഉപയോഗിച്ച പൈസ CPM തിരിച്ചടക്കണം. എന്താ സ്റ്റേറ്റിന് അതുകൊണ്ട് എന്താ മെച്ചമുണ്ടായത്? സ്റ്റേറ്റിൻ്റെ ഏത് താല്പര്യം സംരക്ഷിക്കാനാണ് ഖജനാവിൽ നിന്ന് പണം ചെലവഴിച്ചത്? സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ CPMലെ ചില ഗുണ്ടകളാണോ? ഈ കൊലപാതക കേസിലെ പ്രതികളാണോ സംസ്ഥാനം എന്ന് പറയുന്നത്? സ്റ്റേറ്റിൻ്റെ പണം, ജനങ്ങളുടെ പണം ചെലവഴിക്കുമ്പോൾ സംസ്ഥാനത്തിന് ഗുണമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കണം. ഇവിടെ എവിടെ അത്തരത്തിൽ ചെലവഴിച്ചിട്ടുള്ളത്? ഈ കൊടും ക്രിമിനലുകൾക്ക് വേണ്ടി ചെലവഴിക്കാനുള്ളതല്ല ജനങ്ങളുടെ നികുതി പണം. അത് ഖജനാവിലേക്ക് തിരിച്ചടക്കാൻ തയ്യാറാവണം. ഇവരുടെ ഗുണ്ടകൾക്ക് വേണ്ടി ചെലവഴിക്കാനല്ല ജനം നികുതി കൊടുക്കുന്നത്. ആ വയനാട്ടിലും വെലങ്ങാടിലും ഒക്കെ വലിയ ദുരന്തം നേരിട്ട കുടുംബങ്ങൾക്ക് കൊടുക്കാനുള്ള പൈസ, അവർക്ക് കണ്ടെത്താൻ സ്ഥലം, അവർക്ക് താമസിക്കാനുള്ള വീടിൻ്റെ നിർമ്മാണം, അതൊക്കെ അനന്തമായി വൈകുക. അതിൻ്റെ പണം കൊടുക്കുന്ന കാര്യം ഇപ്പോഴും കാത്തിരിപ്പിലാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് മിനിറ്റ് ഇടവെച്ചിട്ട് ഓർഡർ ഇറക്കി പൈസ കൊടുക്കാനും സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാനും ഇവർക്കൊരു മടിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ പ്രതികളുടെ മുഴുവൻ രക്ഷാധികാരി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അവരുടെ കണ്ട ദൈവം പോലെയാണ് ആ കേസിൻ്റെ സമയത്ത് അവർ ആക്ട് ചെയ്തത്. അതിനെയൊക്കെ അതിജീവിച്ചിട്ടാണ് ഇത് ഇത്രയെങ്കിലും എത്തി നിൽക്കുന്നത്.